നമസ്കാരം സുഹൃത്തുക്കളെ, ലിക്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡനിലെ മനോഹരമായ പൂച്ചെടിയായ പെറ്റൂണിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് നട്ടാൽ പിന്നെ കാശ് കൊടുക്കാതെ അതിൽ നിന്ന് തന്നെ 100 കണക്കിന് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പെറ്റൂണിയ നമുക്ക് വിത്ത് വഴിയും ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഫ്ലവർ പെട്ടെന്ന് കിട്ടാൻ നമുക്ക് തണ്ടുകൾ മുറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത്. വിത്തിൽ നിന്ന് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. വിത്തിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടുമ്പോൾ ധാരാളം കളർ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറുകളായിരിക്കും കിട്ടുന്നത്. കമ്പിൽ നിന്ന് എങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു വീഡിയോ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നല്ലതായിട്ടൊന്ന് കാണുക. ഇതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള മണ്ണാണ്. അത് തലേദിവസമേ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന മണ്ണാണ്. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് മഴ പെയ്തിട്ട് തോന്ന് കിടക്കുന്ന മണ്ണുണ്ടല്ലോ, അതാണെങ്കിലും എടുക്കാം. ആ മണ്ണ് കാണുമ്പോൾ അറിയാമല്ലോ, തോന്ന് കിടക്കുന്ന മണ്ണാണ്. പിന്നെ നമ്മളതിൻ്റെ കമ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ പൂക്കളില്ലാത്ത മണ്ട കമ്പുകൾ വേണം തിരഞ്ഞെടുക്കാൻ. പൂക്കളുണ്ടെങ്കിൽ തന്നെ, അല്ല മൊട്ടൊക്കെ ആണെങ്കിൽ തന്നെ അതെല്ലാം മൊട്ടും പൂവും എല്ലാം കട്ട് ചെയ്തിട്ട് വേണം നടാൻ. നല്ല ആരോഗ്യമുള്ള കമ്പുകൾ എടുത്താൽ നമുക്ക് തൈകൾ പെട്ടെന്ന് കിളിക്കും. എന്നിട്ട് 3-4 ഇഞ്ച് ഉള്ളതും ആയിട്ടുള്ള തണ്ടുകൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിനെല്ലാം ഞാൻ ഈ ഒരൊറ്റ പോട്ടിലായിട്ടാണ് നട്ട് വെക്കുന്നത്. ഒരു 6 കമ്പുകൾ ഞാൻ ഇതിനകത്ത് കുത്തുന്നുണ്ട്. അത് നടുമ്പം നല്ല ഉറപ്പിച്ച് വേണം നടാൻ. അത് ആടി നിന്നാൽ അത് കിളിക്കത്തില്ല. അത് ഇളകി ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കിളിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോന്നും നല്ലതായിട്ട് ഉറപ്പിച്ച് വേണം നടാൻ. പിന്നെ അതിൽ 5 എണ്ണം നടുന്നതിൻ്റെ ആയിട്ടുള്ള കാണുന്നുള്ളൂ. ഒരെണ്ണം കൂടെ ഞാൻ നട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. 6 കമ്പുകളാണ് ഞാൻ ഇതിനകത്തിലേക്ക് നട്ടേക്കുന്നത്. ഈ 6 എണ്ണവും നമുക്ക് കിളിച്ച് കിട്ടും ഈ പറയുന്ന രീതിയിൽ ഇതിനെ വെക്കുകയാണെങ്കിൽ. സാധാരണ നമ്മൾ ഈ കമ്പുകളൊക്കെ മണ്ണിൽ നടുമ്പോൾ ഇത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ഒരെണ്ണം പോലും ചീഞ്ഞു പോകത്തില്ല. ഒരു റൂട്ടിംഗ് ഹോർമോണിൻ്റെ ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ മെത്തേഡ്. എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഫോളോ ചെയ്ത് നോക്കൂ. ഇതിനെല്ലാം ഞാൻ ഈ ഒരു പോട്ടിനകത്ത് കുത്തി വെച്ചിട്ട്, ഇതൊരു ഒത്തിരി തണുപ്പത്തും അല്ല എന്നാൽ ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് ഇത് വെക്കുന്നത്. രാവിലെ കിഴക്കൂന്ന് ഉദിച്ച് വരുന്ന വെയിൽ കിട്ടുന്ന രീതിയിലാണ് ഇതിനെ ഞാൻ വെച്ചിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് വെയിൽ കിട്ടത്തില്ല, എന്നാൽ നല്ല വെയിൽ കിട്ടും. ആ ഒരു രീതിയിലാണ് ഇതിനെ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു അവസ്ഥയാണ് ഈ ചെടികളുടെ. ഈ സമയത്ത് മാത്രമാണ് നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നടുമ്പോഴൊന്നും നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. പിറ്റേ ദിവസം നോക്കുമ്പോഴത് വൈകുന്നേരം ആകുമ്പോൾ ഇത് വാടി, ഇത് അതിൻ്റെ പിറ്റേ ദിവസം ഉള്ള അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. വാടി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലാതെ അന്ന് തന്നെ ഒഴിക്കത്തില്ല. അന്ന് ഒഴിക്കാതെ ഇതെപ്പോഴാണോ വാടി നിൽക്കുന്നത് ആ സമയത്ത് മാത്രമേ ഒഴിക്കാവുള്ളൂ. പിന്നീട് അത് നോക്കിയിട്ട് വെള്ളം കുറവുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ അതിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. ഒത്തിരി നമ്മൾ വെള്ളം ഒഴിക്കുകയും ചെയ്യല്ല. അത് ഡയറക്റ്റായിട്ട് വെയിൽ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വാടിപ്പോത്തില്ല. ഇത് ഞാൻ അതുപോലെ നേരത്തെ കിളിപ്പിച്ചെടുത്ത തൈകളാണ്. എല്ലാം നല്ല ആരോഗ്യത്തോട് നല്ലതായിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് കിളിച്ച് കിട്ടുകയും ചെയ്യും. ഒരു 10-13 ദിവസം, ഒരു 10 ദിവസം എടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് ഇന്നത്തെ അവസ്ഥയാണ് ഇതിൻ്റെ. 13 ദിവസമായ ഒരു പ്ലാന്റാണിത്. ഇത് നമുക്ക് പറിച്ച് മാറ്റാനൊന്നും ആയിട്ടില്ല. ഇതിന് ചെറിയ വേരുകളെ ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ 6 തൈകളും കിളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 6 കമ്പുകളാണല്ലോ നമ്മൾ നട്ടത്. ആ 6 എണ്ണവും കിളിച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മാറ്റി നടാനൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ചെറിയ വേരുകളെ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കാണിക്കുകയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് വേരുകളെ വരുന്നുള്ളൂ. നമുക്ക് അറിയാമല്ലോ, പെറ്റൂണിയുടെ വേരുകളെന്ന് പറഞ്ഞാൽ തീരെ കനം കുറഞ്ഞ വേരുകളായിരിക്കും. അത് നമുക്കൊന്ന് കാണാം. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രധാനമായിട്ട് നമ്മൾ മണ്ണെടുക്കുമ്പോൾ ഒത്തിരി ഈർപ്പമില്ലാത്ത മണ്ണെടുക്കണം. നമ്മളിങ്ങനെ കൈ കൊണ്ടെടുത്തിടുമ്പോൾ അതിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലുള്ള മണ്ണായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, ചെറിയ വേരുകളായിരിക്കും ഉള്ളത്. ഇത് ഞാൻ പിന്നെ തിരിച്ചതിനകത്തിൽ തന്നെ അങ്ങ് നടുകയാണ്.
ഇത്ര ആയപ്പോൾ തന്നെ നമ്മുടെ പെറ്റൂണിയകൾ കിളിച്ചു തുടങ്ങി. ഇനി നമ്മുടെ ഈ പെറ്റൂണിയ നമുക്ക് ഇച്ചിരൂടെ വേരൊക്കെ വന്ന് നല്ല വേരുകളൊക്കെ വരുത്തി പെട്ടെന്ന് ഇച്ചിരൂടെ നല്ല വേരുകളൊക്കെ വന്ന് നല്ല ആരോഗ്യത്തോടുകൂടി ഏറെ വേരുകൾ വരുത്താൻ വേണ്ടിയിട്ട് അടുത്തൊരു ടിപ്പൂടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത്. ആ പോട്ടി മിക്സ് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാവുള്ളൂ. ഇനി ഇതിനെ ഞാൻ ഈ ഒരു പോട്ടിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. ആ പോട്ടിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന് വേണ്ട വെള്ളവും കിട്ടും. അഥവാ അത് കിട്ടിയില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നേരത്തെ അങ്ങനെ ചെയ്തു വെച്ച ഒരു പെറ്റൂണിയയുടെ കുറേ തൈകളാണ്. കണ്ടോ, നിറയെ വേരുകൾ വെളിയിലോട്ട് വന്നു. ഇതിനടിയിൽ പാത്രത്തിൽ ഈർപ്പം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വേരുകൾ വരും. താഴെയുള്ള പോട്ടിൽ ഈർപ്പം ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വേരുകൾ പെട്ടെന്ന് വരും. ഇതൊക്കെ ഞാൻ അങ്ങനെ നേരത്തെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു 3-4 വർഷം മുന്നേ മേടിച്ച പെറ്റൂണിയാണ്. ആ പെറ്റൂണിയൊക്കെ ഇറങ്ങിയ സമയത്ത് മേടിച്ചതാണ്. അന്ന് തൊട്ട് ഞാൻ ഇതിങ്ങനെ തൈകൾ മാറ്റി എടുക്കുന്നുണ്ട്. ഇപ്പോഴും നഷ്ടപ്പെടാതെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.